അപ്പോൾ ഇന്ന് ലഞ്ചിന് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ആദ്യത്തെ ടിഫിൻ ഉണ്ടെന്ന് നോക്കാം. 1 2 ടിഫിന് 1 2 3 4 1 5 ടിഫിനുണ്ട് എല്ലാം കൂടെ. അപ്പോൾ ആദ്യം ഇത് ബാസ്മതി റൈസാണ്. ഇന്ന് ബാസ്മതി റൈസ് ഒരു വെറൈറ്റിക്ക് കൊണ്ടുവന്നു. ഞാൻ രാജ്മ കൊണ്ടുവന്നു, അതുകൊണ്ട് ബാസ്മതി റൈസ് കൊണ്ടുവന്നു. അയ്യോ, നേരത്തെ ഞാൻ സർപ്രൈസ് പൊട്ടിച്ചല്ലേ. എന്തായാലും രാജ്മയാണത്. രാജ്മ കറി, നല്ല ചിക്കൻ മസാലയൊക്കെ ഇട്ട്. ഇത് പയർ തോരൻ. പിന്നീട് ഇനിയും പപ്പടമുണ്ട്, എയർ ഫ്രയറിലിട്ടതാണ്. പപ്പടം എടുത്തു. പിന്നെ ഇത് പിക്കിളാണ്, പുറത്തുനിന്ന് മേടിച്ച പിക്കിളാണ് കേട്ടോ. അത് വീട്ടിലുണ്ടാക്കിയൊന്നുമല്ല, അതുകൊണ്ട് വളരെ കുറച്ച് ഇടയ്ക്കേ കൊണ്ടുവരാറുള്ളൂ. പിന്നെ നാരായണൻ്റെ മേടിച്ച തൈരാണ്. പിന്നെ നാരായണൻ എന്തോ ഒരു കോമഡി പറഞ്ഞേട്ടാ. ചേന മെഴുക്കുവരട്ടി, അതായത് ഉപ്പേരി, ചേന ഉപ്പേരിയാണ് ഒരു ഫേവറേറ്റ് സാധനം കേട്ടോ. ഇത് പൊന്നിയരിച്ചോറ്. പിന്നിത് കുമ്പളങ്ങ വെച്ചിട്ടുള്ള പുളിശ്ശേരിയാണ്. കുമ്പളങ്ങ ഓലന്നോ എന്തോ പറയുന്നതെന്ന് തോന്നുന്നു. നല്ല സംഭവം, കൊള്ളാം, ടേസ്റ്റിയാണ്. അപ്പം ഇന്ന് കഴിച്ച് നോക്കാം. ആദ്യം പപ്പടം എടുത്ത് പൊടിച്ചു. ഇച്ചിരി ക്രിസ്പി കൂടുതലാണ്. നമ്മുടെ എയർ ഫ്രയറിലിടുമ്പോൾ ഇച്ചിരി കട്ടി കൂടുതലാണ് കേട്ടോ. അപ്പം കുമ്പളങ്ങ ഓലനോ കാളനോ എന്ത് വരുന്നു, എന്തായാലും ചേന മെഴുക്കുവരട്ടി എടുത്തു, പയർ തോരനെടുത്തു. പിന്നെ നമ്മുടെ ഫേവറേറ്റ് രാജ്മ, പ്രോട്ടീൻ സോഴ്സ് രാജ്മ കറി. നല്ല പ്രോട്ടീനാണ്. നല്ല നോൺ വെജൊക്കെ കഴിച്ച് ശീലിച്ചവർക്ക് നോൺ വെജ് പോലെ തന്നെ കഴിക്കാവുന്നൊരു സംഭവമാണ്. നല്ല ടേസ്റ്റിയാണ്. ആ ബാസ്മതി റൈസ് കൂടെ ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ആഹാ. നോർത്ത് ഇന്ത്യയിൽ രാജ്മ റൈസ് എന്ന് പറഞ്ഞ തന്നെ ഒരു ഫേവറേറ്റ് ഫുഡാണ്. അപ്പം നാരായണൻ്റെ പൊന്നിയരിച്ചോറ് കഴിക്കുന്ന കാണാം. നാരായണ ആസ്വദിച്ച് കഴിക്കുന്നു. ആഹാ. ഒന്ന് പിക്കിളെടുത്തിട്ട് നോക്കാം.